റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പത്തനംതിട്ട കൂട്ടബലാത്സംഗത്തിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. അടൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. CWCയിൽ നിന്നാണ് അതിജീവിതയെ എത്തിച്ചത്. CWC കെയർടേക്കറും ഒപ്പമുണ്ട്. ലേബി സജീന്ദ്രൻ നമുക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ. ലേബി സജീന്ദ്രൻ, ആ പെൺകുട്ടി കടന്നുപോയ ചൂഷണം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ? സുജയ, 12:50 അടൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്നത്, അതിജീവിതയെ കൊണ്ടുവന്നത്. CWCയിൽ നിന്ന് പോലീസാണ് എത്തിച്ചത്. CWCയിലെ കെയർടേക്കർക്കൊപ്പമാണ് ഇങ്ങോട്ട് പോലീസ് വാഹനങ്ങൾ വന്നത്. ഇന്ന് ഇവിടെ പ്രാദേശിക അവധിയായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചത്. മജിസ്ട്രേറ്റ് H. ഹാഷിമിന് മുൻപിൽ ഇപ്പോൾ രഹസ്യമൊഴി അതിജീവിത നൽകിക്കൊണ്ടിരിക്കുകയാണ്. 30ഓളം FIR ആണ് ഇട്ടിരിക്കുന്നത്. 4 സ്റ്റേഷന്റെ പരിധിയിലാണ് കേസ് നിൽക്കുന്നത്. ഈ 30ഓളം കേസുകളുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി എടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഏകദേശം വൈകുന്നേരം വരെ ഇത് നീണ്ടു നിൽക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും സുജയ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ക്രൂരത, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ഈ കേസിന്റെ നാൾ വഴിയെ. ഈ പെൺകുട്ടി കടന്നു പോകുന്ന വഴികൾ തീർച്ചയായും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ക്ലാസ്സിൽ കൗൺസിലിംഗിന് വിധേയമായപ്പോൾ മാത്രമാണ് താൻ പിന്നിട്ട വഴികളെക്കുറിച്ചുള്ള നടുക്കുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി വ്യക്തമാക്കിയത്. തുടർന്ന് CWC അധികൃതർ വിശദമായി മൊഴിയെടുത്തപ്പോഴാണ് ഈ 5 വർഷത്തോളം നീണ്ടുനിന്ന ഈ ക്രൂരമായ ബലാത്സംഗത്തിന്റെ കഥകൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏകദേശം 58ഓളം പേർ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. 44 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 44 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ശേഷിക്കുന്ന കുറച്ച് പ്രതികളെ കൂടി ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇതുവരെയുള്ള പ്രതികളെല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന 15 പ്രതികളെയും ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അജിത ബീഗത്തിന് കേസിന്റെ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നതും. പത്തനംതിട്ട DOSP ആണ് കേസ് അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റിലായ 14 പേരിൽ 4 പേർ 18 വയസ്സിന് താഴെയുള്ളവരാണോ എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇനി കിട്ടാനുള്ള പ്രതികളിൽ വിദേശത്തുള്ളവരുമുണ്ട്. അതിൽ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ തന്നെ പുറത്തിറക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴിയാണ് ഇപ്പോൾ അടൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ അതിജീവിത നൽകിക്കൊണ്ടിരിക്കുന്നത്. സുജയ, ഒൺലി ഓൺ റിപ്പോർട്ട്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്ന വലിയ വാർത്തയുടെ വിവരമാണ് ലേബി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ലേബി, ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞത് 64 പേർ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ്. ഇപ്പോൾ അത് പ്രതിപട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ, ഇനിയും പിടിയിലാകാനുള്ളവരുടെ പേര് വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണോ അന്വേഷണ സംഘം? സുജയ, ഇപ്പോൾ 58 പേർ, അതായത് 64 പേരുടെ പേരുകൾ പറഞ്ഞു. ഇതിൽ ഇരട്ടിപ്പൊക്കെ ഒഴിവാക്കിയാണ് ഇപ്പോൾ പ്രതിപട്ടിക പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ഫോണിൽ തന്നെ ഏതാണ്ട് ഇവരുടെ വിശദാംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഡയറിയിൽ ഈ പെൺകുട്ടി കുറേ അധികം പേരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രതിപട്ടിക പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രതിപട്ടിക അനുസരിച്ചാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും പിടികൂടാനുള്ള 15 പ്രതികളെയും ഒട്ടും വൈകാതെ തന്നെ പിടികൂടും എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൂട്ടബലാത്സംഗത്തിന്റെ തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിൽ വിവാഹിതരാകാൻ പോകുന്നവർ, വിദേശത്തുള്ളവർ, വിദ്യാർത്ഥികൾ, അങ്ങനെ പല ആളുകൾ മാറി മാറി ചൂഷണം ചെയ്തു അതിജീവിതയെ. അവളുടെ രഹസ്യമൊഴിയാണ് ഇപ്പോൾ അടൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത്. CWCയിൽ നിന്ന് കെയർടേക്കർക്കൊപ്പമാണ് അതിജീവിതയെ ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനായി എത്തിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ കൂടുതൽ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.